ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസത്തിൽ ഏകദേശം 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങുമെന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് ഒരായുഷ്കാലത്തിൽ ഒരു മനുഷ്യൻ ഉറങ്ങി തീർക്കുന്നത് 2 ലക്ഷത്തിൽ പരം മണിക്കൂറുകൾ. ഇങ്ങനെ വെറുതെ കളയുന്ന ഈ സമയത്തെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, പൊതുവെ പല കാര്യങ്ങളും ചെയ്യാൻ സമയം തികയാത്തവരാണ് ഒട്ടുമിക്ക ആളുകളും. ഉറങ്ങി തീർക്കുന്ന ഈ നിമിഷങ്ങൾ ഇങ്ങനെയുള്ള പൂർത്തിയാകാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉപയോഗിച്ചാലോ, ഏതെങ്കിലും പുതിയ ഭാഷ പഠിക്കാൻ ഉപയോഗിച്ചാലോ, ഒരു സംഗീതോപകരണം വായിക്കാൻ പഠിച്ചാലോ? വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇൻഫോ ടൈം. നമ്മൾ ഉറങ്ങുന്ന സമയത്തിന് മാജിക് കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായ ഏതെങ്കിലും വിദ്യ കൊണ്ടോ ഉപകാരപ്രദമാക്കാനുള്ള ചിന്ത വളരെ കാലം മുതൽക്കേ ശാസ്ത്രജ്ഞർക്ക് ഉള്ളതാണ്. നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നു, രാത്രികാലങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, അതായത് ഉറക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നിലവിലുള്ള ഓർമ്മകളെ ശക്തിപ്പെടുത്താനും ഉണർന്നതിന് ശേഷവും കാര്യങ്ങൾ ഓർത്തെടുക്കാനും സഹായിക്കുന്നു എന്നാണ്. ഈയിടെ പുറത്തിറങ്ങിയ നേച്ചർ ന്യൂറോ സയൻസിന്റെ ഒരു പബ്ലിഷിങ്ങിൽ ചില ഗവേഷകരുടെ പരീക്ഷണ ഫലങ്ങൾ ചേർത്തിട്ടുണ്ട്. അതായത് പെട്ടെന്ന് പഠിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ കീബോർഡിൽ കമ്പോസ് ചെയ്ത ചില സംഗീതങ്ങൾ. എത്ര ശ്രമിച്ചിട്ടും അത് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ ഗായകർക്ക് സാധിച്ചില്ല. ഏകദേശം 90 മിനിറ്റോളം ഇരുളടഞ്ഞ നിശബ്ദമായ മുറിയിൽ അവർ ഉറങ്ങാൻ പറഞ്ഞു വിട്ട ശേഷം ഗായകർ ഒരു സ്ലോ വേവ് സ്ലീപ്പ് മോഡിൽ എത്തിയ നേരത്ത് നേരത്തെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഗീതം തുടരെ അവരെ കേൾപ്പിച്ചു. ആദ്യം കേട്ട സംഗീതത്തെക്കാൾ ഗായക സംഘം പഠിച്ചെടുത്തത് അവർ ഉറക്കത്തിൽ കേട്ട സംഗീതമായിരുന്നു. ഈ ഗായകർ സ്ലോ വേവ് സ്ലീപ്പിലായിരുന്നപ്പോൾ ഇവർ കടന്നുപോയ സ്ലീപ്പ് സൈക്കിളിന്റെ ഏറ്റവും ആഴമേറിയ ആ ഘട്ടം നമ്മുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും സഹായകരമായ ഒരു ഘട്ടമാണെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിച്ചു. ഉറങ്ങുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നതിന് പകരം എന്തുകൊണ്ട് ഓൾറെഡി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുള്ള അറിവിനെ വർദ്ധിപ്പിച്ചുകൂടാ എന്നാണ് സൈക്കോളജിസ്റ്റായ പോൾ ജെ റെബർ പറയുന്നത്. ഉറങ്ങുന്ന സമയത്ത് തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ പഠനം നടത്തിയ ചില ഗവേഷകർ പറയുന്നത്, ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഇലക്ട്രോ ഫിസിയോളജിക്കൽ സിഗ്നൽസ് നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു എന്നാണ്. അതായത് ഈ സിഗ്നലുകൾ ഉറക്കത്തിൽ മെമ്മറി മെച്ചപ്പെടുത്തുന്ന മസ്തിഷ്ക സംഭവങ്ങളെ അളക്കുകയും സ്റ്റോർ ചെയ്തു വെക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഉറക്കത്തിൽ പോലും ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളെ ഓർത്തു വയ്ക്കും വിധം നമ്മുടെ മസ്തിഷ്കത്തെ സജീവമാക്കുന്നത് ഈ ഇലക്ട്രോ ഫിസിയോളജിക്കൽ സിഗ്നലുകളാണ്. ഉറക്കത്തിൽ സംഗീതം പഠിപ്പിച്ചെടുത്ത അതേ ഗവേഷകർ തന്നെ 2011 മറ്റു ചിലരെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ ചില സ്ഥലങ്ങളും ചിത്രവും പേരും അതിനോട് അനുബന്ധിച്ച് ഒരു സംഗീതവും കേൾപ്പിച്ചു. അതിനുശേഷം അവർക്ക് ഉറങ്ങാൻ അനുവദിച്ച സമയത്ത് ഇതിൽ ചില സ്ഥലങ്ങളുടെ പേരും സംഗീതവും മാത്രം അവർ കേൾപ്പിക്കുകയുണ്ടായി. ഉറക്കം എഴുന്നേറ്റതിന് ശേഷം അവർ ഉറക്കത്തിൽ കേട്ട സംഗീതവും അതിനോടനുബന്ധിച്ച് കേട്ട പേരും കൂടുതൽ തെളിമയോടെ അവർ ഓർത്തിരിക്കുന്നതായി കണ്ടെത്തി. ഇതിൽ അതിശയം എന്തെന്നാൽ ഉറങ്ങുമ്പോൾ ഇവരെ കേൾപ്പിച്ച സംഗീത ശബ്ദങ്ങൾ ഇവരെ ഉണർത്തുന്നില്ല എന്നതാണ്. കൂടാതെ ഉറക്കത്തിൽ ഇങ്ങനെയൊന്നും കേട്ടതായി അവർ ഓർക്കുന്നുമില്ല. ഒരു ദിവസത്തെ ക്ഷീണം മുഴുവൻ ഇല്ലാതാക്കാൻ, എല്ലാം മറന്ന് ഒന്നും ഓർക്കാതെ വിശ്രമിക്കാൻ ഒരു സമയം എന്ന രീതിയിലാണ് പൊതുവെ നമ്മൾ ഉറക്കത്തെ കണക്കാക്കുന്നത്. ഓർമ്മശക്തി വർദ്ധിപ്പിച്ചെടുക്കാനുള്ള ഒരു സമയമാക്കി ഉറക്കത്തെ മാറ്റാമെന്ന നിഗമനത്തിൽ ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങൾ നടത്തുന്നു. മിക്ക സ്വപ്നങ്ങളും സംഭവിക്കുന്ന റാപ്പിഡ് ഐ മൂവ്മെന്റിൽ മനസ്സ് ഏറ്റവും സജീവമാകുന്നു എന്ന് മുൻ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇത് ആഴമേറിയ സ്ലോ വേവ് സ്ലീപ്പ് ടൈം ആയിരിക്കാമെന്ന് കണക്കാക്കുന്നു. സൈക്കോളജി പ്രൊഫസറായ കെൻ പാലർ പറയുന്നു, അഗാധമായ ഉറക്കം എന്നത് ഓർമ്മകളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കീ ആണത്രേ. എല്ലാം മറന്നുറങ്ങുന്ന ഗാഠനിദ്രയിൽ മസ്തിഷ്കം ഓർമ്മകളെ ഉത്തേജിപ്പിക്കുന്നു എന്നല്ലാതെ അതെങ്ങനെ സംഭവമാകുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ധാരണ ഇതുവരെ ആയിട്ടില്ല. എന്നിരുന്നാലും എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സ് അന്ന് പകൽ നടന്ന സംഭവങ്ങളെ മൊത്തമായി അവലോകനം ചെയ്യുന്നതായി ഗവേഷകർ പറയുന്നു. അതായത് സങ്കീർണമായ കാര്യങ്ങളെ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി മനസ്സ് മനഃപൂർവ്വം ഈ അവലോകന സ്വഭാവം സ്വീകരിക്കുന്നതുമാകാം. ഉറക്കത്തിൽ പലതരത്തിലുള്ള സ്റ്റിമുലേഷൻസ് നൽകുന്നതിലൂടെ ഓർമ്മയുടെ ശാക്തീകരണം മാത്രമല്ല, മോട്ടോർ സ്കിൽസ് അല്ലെങ്കിൽ മറ്റു കഴിവുകളും കൂടി ഉത്തേജിപ്പിക്കാൻ സാധിക്കുമോ എന്ന വിഷയത്തിൽ ശാസ്ത്രജ്ഞർ പുതിയ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഗവേഷകർക്ക് പരീക്ഷണത്തിനായി ഉറങ്ങി സഹായിക്കുന്ന ആളുകൾക്ക് ആകർഷകമായ വിധത്തിലുള്ള വേതനങ്ങൾ ലഭ്യമാണ് എന്നത് കൗതുകകരമായ ഒരു വസ്തുതയാണ്.
അതുകൂടാതെ തങ്ങളുടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ അറിവുകൾ വളരെ വലിയ പ്രചോദനമാണ്. അതായത് ഏതെങ്കിലും പുതിയ ഭാഷയോ സംഗീത വിദ്യയോ മനഃപ്പാഠമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ പഠിക്കാൻ ഒരു ദിവസം 7 മണിക്കൂർ കൂടി ലഭിക്കുമെന്ന് സാരം. ഇതുപോലെ കൗതുകകരമായ കൂടുതൽ വിവരങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.